ദളിത് യുവതിയെ മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുക്കാൻ വൈകിയതിൽ പോലീസുകാർക്ക് സസ്പെൻഷൻ. പനങ്ങാട് മുൻ SHO വിപിൻ ദാസ്, SI മുനീർ MM എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം SS ശരണാണ് ചേരുന്നത്. ശരൺ, സുപ്രീം കോടതി പോലീസ് വീഴ്ചയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉന്നയിക്കേണ്ടി വന്നു ഒടുവിൽ നടപടിയെടുക്കാൻ. പോലീസിന്റെ വിശദീകരണം എന്താണ്? ശിഖാസ്, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. എന്തായാലും കഴിഞ്ഞ ജനുവരിയിലാണ് ഈ സംഭവം നടക്കുന്നത്. പനങ്ങാട് സ്റ്റേഷൻ പരിധിയിൽ ഒരു ദളിത് യുവതിക്ക് മർദ്ദനമേൽക്കുന്നു. അങ്ങനെ മർദ്ദനമേറ്റോടുകൂടി അവർ പരാതിയുമായി പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ ഈ പരാതി സ്വീകരിക്കാതെ ഇവരുടെ എതിർകക്ഷി നൽകിയ പരാതിയിൽ യുവതിയെയും ബന്ധുക്കളെയും പ്രതി ചേർത്ത് പോലീസ് കേസെടുക്കുകയായിരുന്നു. ഈ കേസിന്റെ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയുടെ മുമ്പാകെ എത്തിയപ്പോൾ പരാതിക്കാരിയുടെ ഭാഗം കേട്ട കോടതി എറണാകുളം ACPയോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഈ മാസം 15-ന് ഹാജരാകണം എന്നുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തത്. ഒപ്പം തന്നെ നിശിതമായ വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഇത്തരത്തിൽ ഒരു ദളിത് യുവതി മെഡിക്കൽ തെളിവുകൾ അടക്കം ഹാജരാക്കിയിട്ട് പോലും SC/ST വകുപ്പ് ചുമത്തി കേസ് എടുക്കാത്തത് അത് നീതിന്യായ വ്യവസ്ഥയിലും ഒപ്പം പോലീസ് സംവിധാനത്തിലും ജനങ്ങൾക്കുള്ള വിശ്വാസ്യത തകർക്കുമെന്നുള്ള വിമർശനമാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. ഈ ഒരു നിശിതമായ വിമർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പനങ്ങാട് മുൻ SHO വിപിൻ ദാസ്, SI മുനീർ MM എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ് ഈ ഹർജി. അപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്നുള്ള കാര്യം അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സത്യവാങ്മൂലവും ഉടൻ സുപ്രീം കോടതിയിലെത്തും. ശരി, SS ശരണാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.